ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ. ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി. കരുവേലിപ്പടിയിൽ ടാഗോർ ലൈബ്രറിയിൽ വായനാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ വായനാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. സീന മാധവൻ അധ്യക്ഷത വഹിച്ചു. PS പ്രമോദ്, EK ബഷീർ, സിന്ധു രാജേഷ്, മണിലാൽ രാഘവൻ, ഫാസി പനക്കൻ, ഷംസു യാക്കൂബ്, PS സൈനുദ്ദീൻ, ഗോപി കൃഷ്ണൻ എന്നിവർ വിവിധ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. നിരന്തരമായ 36 മണിക്കൂറുകൾ പോലും എടുത്തുകൊണ്ട് ന്യൂറോ സർജറി, അതിസൂക്ഷ്മമായ സർജറിയാണ് ന്യൂറോ സർജറി. ആ സർജറി അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. അവസാനം 2 വർഷമാണ് അദ്ദേഹം ഈ ക്യാൻസർ പിടിപെട്ട ശേഷം ജീവിച്ചത്. 2 വർഷത്തിൽ അദ്ദേഹം മരിക്കാനുണ്ടായി. ഈ കാലയളവിൽ അദ്ദേഹം നേടിയ അറിവുകളും ആ ഓപ്പറേഷൻ്റെ പല മാനങ്ങളും അതിനുപയോഗിച്ച മരുന്നുകളും എത്രത്തോളം നമുക്ക് ഈ ഓപ്പറേഷൻ സർജറി മുതലായ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ടും നിസ്വാർത്ഥമായിട്ടും ചെയ്യാൻ കഴിയും. DC നടത്തിയ ഒരു ഓതേഴ്സ് മീറ്റ് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. അതിൽ ശ്രീപാർവതി എന്ന് പറയുന്ന എഴുത്തുകാരി അത് സ്ഥിരമായിട്ട് ക്രൈം ത്രില്ലറുകളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് അവരൊരു പ്രണയത്തെ ആസ്പദമാക്കിയ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് പ്രേമാശ്രമം എന്നാണ്. ഇതാണ് പുസ്തകത്തിൻ്റെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു പുസ്തകമാണ്. എഴുത്തുകാരി നേരിട്ട് വന്ന് അവരുടെ അനുഭവങ്ങളും എഴുതാനുണ്ടായ സാഹചര്യങ്ങളും അതിന് നേരിട്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പം നേരത്തെ വാസിമാഷാണോ മണിലാൽ അത് പറഞ്ഞ് കഥയുടെ ത്രില്ല് കളയാണ്ട് പ്രാണൻ വായുവിലലിയുമ്പോൾ, പ്രേമാശ്രമം, NN പിള്ളയുടെ നാടകങ്ങൾ, 100 സിംഹാസനങ്ങൾ, തപോമയിയുടെ അച്ഛൻ, ആത്രേയകം, വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ, മൽബറി തുടങ്ങിയ കൃതികൾ ചർച്ച ചെയ്തു. PP ജയപ്രകാശ് സ്വാഗതവും ഷഹീർ അലി നന്ദിയും പറഞ്ഞു. അതിൽ നിന്ന് ഈ സൗണ്ട് അബ്സോർബ് അങ്ങനെ ശബ്ദത്തിൽ ഈ എക്കോ ഒഴിവാക്കുന്നതുവരെ ഭാരതനാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. കഥാർസിസ് എന്ന സിദ്ധാന്തം അരിസ്റ്റോട്ടിൽ അവതരിപ്പിച്ചതുപോലെ ഭരതൻ അവതരിപ്പിച്ച സിദ്ധാന്തമാണ് രസസിദ്ധാന്തം. ഈ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് അഭയാർത്ഥി പ്രവാഹവുമായി ബന്ധപ്പെട്ടാണ്. കിഴക്കൻ ബംഗാളിൽ നിന്ന് അഭയാർത്ഥികളാക്കപ്പെട്ട് അവിടെ നടന്ന ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായിട്ട് അവിടെ നാടുകളിൽ നിന്ന് ഗോപാൽ വെറുവ എന്ന മനുഷ്യനെ ബേസ് ചെയ്താണ് ഈ നോവൽ. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.